ഹായ് പ്രിയപ്പെട്ടവരെ, കടുകുമണിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്തുള്ള ഒരു സ്ഥലത്താണ്. ഇന്ന് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. കാരണം ഇന്ത്യയിലെ വളരെ പരമ്പരാഗതമായ ഒരുപക്ഷെ വംശനാശ ഭീഷണിയിലായിരിക്കുന്ന രണ്ട് നായ് ഇനങ്ങളാണ്. ഒന്ന് കൊമ്പൈ, രണ്ട് രാജപാളയം. ഈ രണ്ട് ഇനങ്ങളിലുള്ള നായ്ക്കളെ വളർത്തി അതിനെ ബ്രീഡ് ചെയ്ത് അതിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന വളരെ നല്ല ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു ഇടത്താണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും അമരക്കാരനായി നിൽക്കുന്നത് നമ്മുടെ ദീപക്കാണ്. ഇദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ദീപക്. നമസ്കാരം. കോമ്പേ നായിനെ വാങ്ങുന്ന ആള് അല്ലെങ്കിൽ അതിനെ കണ്ടെത്തി പരിപാലിക്കാൻ ആഗ്രഹിക്കുന്ന ആള് എങ്ങനെയാണ് കോമ്പേ നായനെ തിരിച്ചറിയുക? ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നാടൻ നായയെ പോലെ, ഇന്ത്യൻ പരിയെ പോലെ നമുക്ക് കോമ്പേ നായ്ക്കളെ സാദൃശ്യമായിട്ട് തോന്നിയേക്കാം. രണ്ടും ഒരേപോലെയാണെന്ന് തോന്നിയേക്കാം. പക്ഷേ രണ്ടും രണ്ടാണ്. നാടൻ നായ്ക്കൾക്ക്, ഇന്ത്യൻ പരിക്ക് അതിൻ്റേതായിട്ടുള്ള ബ്രീഡ് സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്നാൽ കോമ്പയുടേതായിട്ടുള്ള പോസ്റ്ററും ബ്രീഡ് സ്റ്റാൻഡേർഡും ഉണ്ട്. ഒരു നല്ലൊരു കോമ്പേ പപ്പിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ എല്ലാ ബ്രീഡിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം പോലെ ഇവരുടെ പാരൻറ് സ്റ്റോക്കിനെ നമ്മൾ കാണണം. പാരൻറ് സ്റ്റോക്കാണ് മെയിനായിട്ടുള്ള കാര്യം. അതിനുശേഷം ഈ ബ്രീഡിൻ്റേതായിട്ടുള്ള പൊതു സ്വഭാവങ്ങളുള്ള അല്ലെങ്കിൽ നമുക്ക് കാഴ്ചയിൽ കാണുന്ന രീതികളുണ്ട്. അതിലൊന്ന്, ഇവരുടെ മുഖത്ത് ഇങ്ങനെയുള്ള ബ്ലാക്ക് മാസ്ക് ഉണ്ടാവും. ബ്ലാക്ക് മാസ്ക് ഇല്ലാത്ത കോമ്പേ നായ്ക്കളും ഉണ്ട്. ബ്ലാക്ക് മാസ്ക് ഉള്ളത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും. പിന്നെ ഇവരുടെ കണ്ണുകൾ എന്ന് പറയുന്നത് തവിട്ട് നിറമുള്ള കണ്ണുകളായിരിക്കും. തവിട്ട് നിറമുള്ള കണ്ണുകൾ, ചെവി മടങ്ങിക്കിടക്കുന്നതും പകുതിയായി മടങ്ങിക്കിടക്കുന്നത്, അതായത് ഫ്ലൈയിങ്ങും ഫ്ലാപ്പ് എന്ന് പറയും. അവരുടെ അഗ്രങ്ങളിൽ, ചെവിയുടെ അഗ്രങ്ങളിൽ കറുത്ത ഷെയ്ഡ് ഉണ്ടാവും. പിന്നെ നഖങ്ങൾ കറുത്തതായിരിക്കും. ഈ നഖങ്ങളുടെ കാര്യം പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ചില ആളുകൾ പറയാറുണ്ട് കോമ്പയുടെ നഖങ്ങൾ പുലിയെപ്പോലെയും പൂച്ചയെപ്പോലെയും അകത്തോട്ടും പുറത്തോട്ടും എടുക്കാൻ പറ്റുമെന്ന് പറയാറുണ്ട് കോമ്പേ നായ്ക്കൾ. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. കോമ്പേ നായ്ക്കൾക്ക് അങ്ങനെ ഒരു കഴിവില്ല. പിന്നെ ചില ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, നഖങ്ങൾ കൂടിയ നായ്ക്കുട്ടി ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട്. 23 അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഉള്ള ഒരു നായ്ക്ക്, നഖങ്ങൾ കൂടിയ ഒരു നായ്ക്ക് ഒരു പ്രത്യേക കഴിവോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊരു വൈകല്യം മാത്രമാണ്. മനുഷ്യരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ വിരലുകൾ കൂടിയ മനുഷ്യർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? സാധാ മനുഷ്യരെക്കാളും അത്രേ ഉള്ളൂ. നാടൻ നായ്ക്ക്, കോമ്പേ എന്ന നാടൻ നായ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയോ, നഖം പൂച്ചയെ പോലെയോ അല്ലെങ്കിൽ പുലിയെ പോലെയോ പുറത്തോട്ടോ അകത്തേക്ക് എടുക്കാനുള്ള കഴിവില്ല. പിന്നെ ഇവരുടെ നെഞ്ചിറക്കം എന്ന് പറയുന്ന നല്ല വിരിഞ്ഞ നെഞ്ചിറക്കമായിരിക്കും. ഓക്കെ. പിന്നെ ഇവരുടെ ഹെയർ വളരെ ലൂസി ആയിരിക്കും. അപ്പോൾ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് ഇവർക്ക് ഒരു പരിധി വരെ രക്ഷയാണ്, തട്ടിക്കളയാം. പിന്നെ കുറച്ച് ഷൈനി, നല്ല സിൽക്കി ആയിട്ടുള്ള ഒരു ഷൈൻ ചെയ്ത് നിൽക്കും. നല്ല തിളക്കമുള്ള ഇതായിരിക്കും. നിറം വരുന്നത് തവിട്ട് നിറമാണ്. ചില ലിറ്റർമെന്റിൽ ബ്ലാക്ക് നിറം, ഇപ്പം എൻ്റെ അടുത്ത് ബ്ലാക്ക് കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് റയറായിട്ട്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ കോമ്പല്ലുകളാണ്. അടിപൊളി. കോമ്പേ എന്ന് പറയുന്ന നായ്ക്കുട്ടിയെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇവരുടെ കോമ്പല്ലുകൾ. ഇവരുടെ കോമ്പല്ലുകൾ നോർമൽ നായ്ക്കളെ പോലെയല്ല. ഇവരുടെ വളരെ വലിപ്പമുള്ള കോമ്പല്ലുകളാണ്. അതുകൊണ്ട് തന്നെ ഇവർ വേട്ടയാടുമ്പോൾ ശത്രുക്കളെ കടിച്ചാൽ ശത്രുവിൻ്റെ സ്പൈനൽ കോഡിന് ക്ഷതമുണ്ടാക്കി അവരുടെ ചലനത്തെ ഇല്ലാതാക്കി പെട്ടെന്ന് ഇവർക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും. അതെ. പിന്നെ കടിച്ചാൽ പിന്നെ ഇവർ വിടില്ല. അങ്ങനത്തെ ഒരു വാശിയുള്ള ഒരു ബ്രീഡാണ്. പിന്നെ ഇവരുടെ ബാക്കിൽ റിച്ച് ബാക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് കുറച്ചുകൂടി പ്രായമാകുമ്പോഴാണ് കുറച്ചും കൂടി റിഫ്ലക്ട് ചെയ്യുന്നത്. ചില കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിലെ തൊട്ട് കാണാനുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് അഗ്രസീവ് ആവുന്ന ടൈമിലൊക്കെ ഈ ഒരു എക്സ്ട്രാ കോട്ടിംഗ് ആണ്, ഹെയറിൻ്റെ ഒരു എക്സ്ട്രാ കോട്ടിംഗ് ആണ് അവരുടെ മുതുകിലുള്ളത്. അതൊന്ന് റിഫ്ലക്ട് ചെയ്ത പോലെ കൂടുതൽ എടുത്ത് കാണിക്കും. അതും കോമ്പേ നായയെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഹാൻഡിൽ ചെയ്യാവുന്ന ഇനം ആണ്. ആള് കാഴ്ചയിൽ ഒച്ചപ്പാടും ബഹളമുണ്ടെങ്കിൽ പോലും ആള് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. തീർച്ചയായും. അടിപൊളി.
വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. എങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് വന്നത്? എത്ര വർഷമായി വന്നിട്ട്? നമ്മുടെ ഈ ഫാമിൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ശരി. എൻ്റെ പേര് ദീപക് എന്നാണ്. എൻ്റെ വീടും കെന്നലും വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ കെന്നലിൻ്റെ പേര് പടവീഡൻസ് കെന്നൽ എന്നാണ്. ഞാൻ ഏകദേശം 5 വർഷമായി നാടൻ ബ്രീഡ്സിനെ മാത്രം വളർത്തി വരുന്നു. അതിൽ രാജപാളയവും ഉണ്ട്, കോമ്പയും. ഞാൻ ഈ 2 ബ്രീഡിനാണ് ഞാൻ കൂടുതലും വളർത്തുന്നത്. നമ്മൾ ഇവിടെ ഞാനിപ്പോൾ വന്ന് കാണുമ്പോഴേ സാധാരണ ഇപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞു. ബാങ്ക് ഉദ്യോഗസ്ഥരൊക്കെ സാധാരണ വീട്ടിൽ ഒരു നായിനെ വളർത്തും, നല്ല നായിനെ, ഒരു വിദേശ നായിനെയൊക്കെ വളർത്തും, ഒരു അത്യാവശ്യം കണ്ട പേടിക്കാവുന്ന. അതിനൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ തദ്ദേശീയമായ ഒരു ബ്രീഡിനെ, 2 ബ്രീഡിനെ വളർത്തുന്നു. മാത്രമല്ല, സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ആവശ്യത്തിന് 1-2 വളർത്തുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അതിനെ അതിൻ്റെ ഒരു വംശനാശം സംഭവിക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനുവേണ്ടി ഡിവോട്ടഡ് ആയിട്ട് ജോലിയോടൊപ്പം ഇത് കൊണ്ടു നടക്കുന്ന ആ ഒരു പാഷൻ, അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അല്ല, നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ പ്രത്യേകത ഫോറിൻ ബ്രീഡ്സിനെയാണ് അവർ കൂടുതലും ഇഷ്ടപ്പെടുന്നത്, വളർത്താൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ വിദേശ ഇന നായ്ക്കളുടെ പ്രശ്നം എന്തെന്നാൽ അവർക്ക് ഗാർഡിങ് പർപ്പസ് ഇന്ത്യൻ നായ്ക്കളുടെ അത്രയും വരില്ല എന്നുള്ള കാര്യമാണ് സത്യമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള തനത് ബ്രീഡായിട്ടുള്ള കോമ്പെ, രാജപാളയം, ഇവ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലാബ് പോലെയുള്ള വിദേശ ഇനം നായ്ക്കൾ ഗാർഡിങ് പർപ്പസിന് വളരെ മോശമാണ്. ഈ ഇന്ത്യൻ ബ്രീഡ്സിനെ വെച്ച് ഇവരെ കമ്പയർ ചെയ്യാനേ പറ്റില്ല ഗാർഡിങ്ങിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇതൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ നേറ്റീവ് ബ്രീഡിലേക്ക് വന്നത്. എന്താണ് ആ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് വംശനാശ ഭീഷണിയുടെ വക്കിലെത്തിയായിരുന്നു ഈ ഒരു ബ്രീഡ് എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ ശ്രീ ആൻഡ്രൂസ് ജോസഫ്, പ്രവീൺ മച്ചാൻ, ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ കൂടിയാണ് ഞങ്ങൾ ഈ ഒരു ബ്രീഡിനെ കേരളത്തിൽ കൂടുതൽ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പല ഡിഫറെൻറ്റ് ബ്ലഡ് ലൈനിലുള്ള ഡോഗ്സിനെ കളക്ട് ചെയ്തു. അതിനുശേഷം അതിനെ പ്രജനനം ചെയ്യിച്ച് ഇവരുടെ തനത് സ്വഭാവമുള്ള കുട്ടികളെ നമ്മൾ ബ്രീഡ് ചെയ്ത് മറ്റുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊരു സർവീസ് എന്ന പാഷൻ വേണം ഇതിന്, പക്ഷേ ഇതൊരു സർവീസിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ വംശശുദ്ധി ഉറപ്പാക്കിയിട്ടുള്ള നായ്ക്കളാണ് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുള്ളത്, ഇനി കൊടുക്കാം. വംശശുദ്ധി മാത്രമല്ല, നമുക്ക് ഇംബ്രീഡിങ്, ലൈൻ ബ്രീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം വളർത്തിക്കൊണ്ടിരുന്നത് വിദേശയിനം നായ്ക്കളെയാണ്. വിദേശയിനം നായ്ക്കളെ വളർത്തുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കുറവാണ്. സെലക്റ്റീവായിട്ടുള്ള ഭക്ഷണം കഴിക്കൽ, പ്രോപ്പറായിട്ടുള്ള ഗ്രൂമിങ് ചെയ്തില്ലെങ്കിൽ പല രീതിയിലുള്ള ചർമ്മ രോഗങ്ങൾ ഇവരെ ബാധിക്കും. അതുകൂടാതെയുള്ള ഹിപ്പ് ഡിസ്പ്ലേഷ്യ പോലെയുള്ള ജനറ്റിക് ഡിസോർഡറുകൾ വിദേശ ഇനം നായ്ക്കൾക്ക് വരാം. എന്നാൽ നമ്മൾ കോമ്പയിലേക്ക് വന്നാൽ, കോമ്പൈ നമ്മുടെ ഇന്ത്യയുടെ തനത് ബ്രീഡാണ്. കോമ്പൈ വളരെ പ്രതിരോധശേഷിയുള്ളൊരു നായ ഇനമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രോഗങ്ങൾ വരുന്നത് വളരെ കുറവാണ്. പിന്നെ മറ്റ് ഇന്ത്യൻ ബ്രീഡ്സിനെ വെച്ച് നോക്കുമ്പോൾ കോമ്പയും മൃഗങ്ങളോടും മനുഷ്യരോടും അഗ്രസീവ്നെസ് കാണിക്കും. എന്നാൽ കോമ്പൈ മനുഷ്യരെ ബൈറ്റ് ചെയ്തേക്കാം, ചാർജ് ചെയ്തേക്കാം. അതാണ് കോമ്പയുടെ ഏറ്റവും വലിയ സവിശേഷത. അപ്പോൾ കൂടുതൽ സെക്യൂരിറ്റി ആവശ്യമുള്ള സമയത്ത് നമുക്ക് കോമ്പൈ നായയെ പ്രയോജനപ്പെടുത്താം. അതുകൂടാതെ കോമ്പൈ 1 മാസ്റ്റർ ഡോഗാണ്. ആയിരിക്കും പൂർണ്ണമായിട്ട് കീഴ്വഴങ്ങുന്നത്. എന്നാൽ വീട്ടിലുള്ള മറ്റ് ആളുകളോടും വളരെ സ്നേഹവും ബഹുമാനവും ആയിരിക്കും ഈ നായ്ക്കുള്ളത്. കോമ്പൈ മറ്റ് രാജപാളയം പോലുള്ള ഇന്ത്യൻ ബ്രീഡ്സിനെ പോലെ എക്സസൈസിന് വേണ്ടി, പരിശീലനത്തിന് വേണ്ടി അധികം സ്ഥലം ഇവർക്ക് വേണ്ട. വിസ്താരമുള്ള കൂടില്ലെങ്കിലും ഇവർ ഹാപ്പിയാണ്. എക്സസൈസ് ഇല്ലെങ്കിലും ഇവർ വിശ്രമിച്ചോളും. പിന്നെ വിദേശ ഇനം നായ്ക്കൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പിറ്റ്ബുൾ, റോഡ് വീലർ പോലെയുള്ള നായ്ക്കളെ കുറിച്ച്. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു പ്രോബ്ലം, ചില സമയങ്ങൾ അവർ ഓണറോട് അഗ്രസീവ്നെസ് കാണിച്ച് ഓണറെ അറ്റാക്ക് ചെയ്ത് കൊലപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ പത്രത്തിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. പക്ഷെ കോമ്പൈ അങ്ങനെയല്ല. ഓണറോട് വളരെ വിധേയത്വവും സ്നേഹവും പുലർത്തുന്ന ഒരു നായ ഇനമാണ് കോമ്പൈ. പുലിയെ കണ്ടാൽ കുറച്ച് ബഹളം വയ്ക്കുന്ന, പേടിക്കാതെ കുറച്ച് ബഹളം വയ്ക്കുന്ന നായ ഇനമാണ് കോമ്പൈ. പാക്കായിട്ട് ഒന്നിൽ കൂടുതൽ കോമ്പൈ ഡോഗ്സ് ആ ഒരു സാഹചര്യത്തിൽ, പുലി വരുന്ന സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ പുലിയെ നേരിടാനും ഇവർക്ക് മടിയില്ല. ഓക്കെ. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ കോമ്പൈ. ഈ കോമ്പൈ എന്ന് പറയുന്നത് ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു സങ്കര ഇനം, അങ്ങനത്തെ ഒരു ബ്രീഡാണോ? അതോ അതിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ചൊന്ന് പറയാമോ? കോമ്പൈ നായ്ക്കൾ ഒരിക്കലും ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ബ്രീഡല്ല.
കോംബെ ഉണ്ടായത് എങ്ങനെയെന്ന് വെച്ചാൽ കോംബെ എന്ന് പറയുന്നത് തേനി ജില്ല, തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ഒരു കാർഷിക മേഖല, കൃഷിക്ക് പേര് കേട്ടൊരു സ്ഥലമാണ് കോംബെ. ഈ കോംബെയിലുള്ള നാടൻ നായ്ക്കളും ധോലെ എന്നറിയപ്പെടുന്ന കാട്ടുനായ്ക്കളും ഇണചേർന്നാണ് കോംബെ രൂപപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. ആദ്യം കോംബെയെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് സാധാരണ കൃഷിക്കാരും ആദിവാസികളുമാണ്. കരടി പോലെയുള്ള വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ആണ് കോംബെയെ അവർ ഉപയോഗപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ബിയർ ഹൗണ്ട് എന്ന് കോംബെയ്ക്ക് പേരുണ്ട്. അതിനുശേഷം മരുത് സഹോദരങ്ങളെ പോലുള്ള നാട്ടുരാജാക്കന്മാർ കോംബെയെ ഉപയോഗിച്ചു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അവർ കോട്ട കാവലിന് വേണ്ടി കോംബെ നായ്ക്കളെ ഉപയോഗപ്പെടുത്തി. ആ സ്വാതന്ത്ര്യ സമര യുദ്ധത്തെ നമ്മൾ പോളിഗർ യുദ്ധം എന്നാണ് വിശേഷിപ്പിച്ചത്. പോളിഗർ യുദ്ധം എന്ന് പറഞ്ഞാൽ മരുത് സഹോദരങ്ങൾ പോളിഗർ എന്ന് പറയുന്ന സേനയെ വിന്യസിച്ചാണ് ആ ഒരു സ്വാതന്ത്ര്യ സമരം നടത്തിയത്. അപ്പൊ ആ സേന ഉപയോഗിച്ച നായവർഗ്ഗങ്ങളായിട്ടുള്ള കോംബെ, രാജപാളയം, ചിപ്പിപ്പാറ, കന്നി ഇങ്ങനെയുള്ള ബ്രീഡുകളെ പൊതുവെ വിളിക്കുന്ന പേരാണ് പോളിയർ ഹൗണ്ട്. ഓക്കെ. അപ്പോൾ അതാണ് അദ്ദേഹത്തിന്റെ ചരിത്രം. അതെ. താങ്കളുടെ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് ഈ കോംബെ നായ്ക്കളെ എവിടെയൊക്കെയാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? കോംബെ നായ്ക്കളെ നമുക്ക് അതീവ സുരക്ഷ ആവശ്യമുള്ള സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗപ്രദമാക്കാം. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യം. ഇപ്പോൾ കുറേ നാളുകളായിട്ട് പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും നമ്മൾ കാണാറുണ്ട്, വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി ആളുകളെ കൊന്നൊടുക്കുകയും അവരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നതൊക്കെ ആയിട്ടുള്ള വാർത്തകൾ നിരന്തരമാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് വന്യമൃഗങ്ങൾ വരാതിരിക്കാൻ കാടിൻ്റെ അതിർത്തിയിൽ വൈദ്യുതി കമ്പികൾ സ്ഥാപിക്കുന്നതിന് പകരം വൈദ്യുതി വേലികൾ അതിന് പകരം കോംബെ പോലുള്ള നാടൻ നായ്ക്കളെ വിന്യസിപ്പിച്ചാൽ ഈ നാട്ടിലേക്ക് വന്യമൃഗങ്ങൾ വരുന്ന സമയത്ത് അതിർത്തിയിൽ വെച്ച് തന്നെ ഇവർ കുറച്ച് അവരെ പുറകോട്ട് വീണ്ടും കാട്ടിലേക്ക് കയറ്റി വിടാൻ സഹായിക്കും, തുരുത്തിക്കോളും. അപ്പോൾ അതാണ് കോംബെ നായയുടെ ഏറ്റവും വലിയ പ്രത്യേകത. വന്യമൃഗങ്ങളോട് ഏറ്റവും വലിയ ശത്രുതയുണ്ട്. അതായത് അതൊരു വന്യത ഈ ഡോഗിൽ ജനറ്റിക്കിലുണ്ട്. കാരണം വന്യമൃഗമായിട്ടുള്ള ധോലെ പട്ടിയിൽ നിന്നാണല്ലോ, കാട്ടുനായിൽ നിന്നാണല്ലോ ഒറിജിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു വന്യത ഈ ബ്രീഡിലുണ്ട്. നമ്മൾ പൊതുവിലെ ഈ വേട്ട നായ്ക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ രണ്ട് ഇനമാണ് പറയുന്നത്. ഒന്ന് സൈറ്റ് ഹോണ്ടും ഒന്ന് സെൻറ്റ് ഹോണ്ടും. അപ്പോൾ നമ്മുടെ കോംബെ നായ്ക്കൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? കോംബെ നായ്ക്കൾ സൈറ്റ് കൗണ്ടിലാണ്. വേട്ട നായ്ക്കൾ പൊതുവെ രണ്ട് രീതിയിലാണ് അവർ വേട്ടയാടുന്നത്. ഒന്ന്, അവരുടെ കാഴ്ചശക്തിയെ അടിസ്ഥാനമാക്കി ഇരയെ പിന്തുടർന്ന് ഇരയെ കണ്ടുപിടിക്കുന്ന രീതിയാണ് സൈറ്റ് ഹൗണ്ട്. സെൻ ഹൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഇരയുടെ മണത്തെ ട്രാക്ക് ചെയ്ത് മണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ട്രാക്ക് ചെയ്ത് ഇരയെ കണ്ടുപിടിക്കുന്ന രീതിയാണ് സെൻ ഹൗണ്ട്. സൈറ്റ് ഹൗണ്ടുകളുടെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ യജമാനൻ അവരെ സൈറ്റ് ഹൗണ്ടിലുള്ള ഡോഗ്സിനെ, നായ്ക്കളെ ലീഷിന് നടത്തിയാൽ യജമാനന് മുന്നിൽ നടക്കാൻ ഇഷ്ടപ്പെടും. അവർ അവരുടെ ഫേസ് ഉയർത്തിപ്പിടിച്ച് നടക്കും. പിന്നെ ഉയർന്ന സ്ഥലങ്ങളിൽ അവർ വിശ്രമിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളിൽ അവർ വിശ്രമിക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കഴിവുകളെല്ലാം കോംബെ നായ്ക്കുണ്ട്. അപ്പോൾ ഇത് സൈറ്റ് ഹൗണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ചില ആളുകൾ സെൻറ്റ് ഹൗണ്ടുകൾ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവരുടെ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ കോംബെ നായ സൈറ്റ് ഹൗണ്ട്, അതായത് കണ്ട് പോയി ഇരയെ എടുത്തിട്ട് വരും. അതെ. ഓക്കെ. നമ്മൾ ഇനി നമ്മുടെ ഒരു പപ്പിയെ നമ്മൾ മേടിച്ചു, ഇതിൻ്റെ ട്രെയിനിങ് എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ പപ്പിയെ മേടിച്ചു, അല്ലെങ്കിൽ ഏത് പ്രായത്തിലാണ് മേടിക്കേണ്ടത്, അതിൻ്റെ ട്രെയിനിങ് എങ്ങനെയാണ്? ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ? നമുക്ക് 45 ദിവസം കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നായ്ക്കളെ അമ്മയുടെ അടുത്ത് നിന്ന് നമുക്ക് എടുക്കാം. ഓക്കെ. ട്രെയിനിങ്ങിലേക്ക് വരുവാണെങ്കിൽ ഇവർക്ക് നെഗറ്റിവിറ്റി ട്രെയിനിങ് പാടുള്ളതല്ല. നമ്മൾ അടിക്കുകയോ അല്ലെങ്കിൽ ഭയങ്കരമായി ശകാരിക്കുകയോ ചെയ്താൽ കോംബെ നായ ഒരിക്കലും വഴങ്ങില്ല. അത് വീണ്ടും അവർക്ക് നെഗറ്റിവിറ്റി കൂട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് അവർക്ക് സ്നേഹം കൊണ്ടും ഭക്ഷണം കൊണ്ടും മാത്രമാണ് അവർക്ക് നമുക്ക് നെഗറ്റിവിറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫോറിൻ ബ്രീഡ്സിനെ വെച്ച് നോക്കുമ്പോൾ അവരുടെ അത്ര എളുപ്പമല്ല കോംബെ നായ്ക്കളെ പരിശീലിപ്പിക്കാൻ. എന്നിരുന്നാലും സ്നേഹവും ഭക്ഷണവും വേണ്ടത്ര രീതിയിൽ വേണ്ട സമയത്ത് കൊടുത്താൽ അവരെ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇവരുടെ ഭക്ഷണക്രമം എങ്ങനെ നമുക്ക് മുതലിക്കോ? ഭക്ഷണക്രമം എന്ന് പറഞ്ഞാൽ ഇവരങ്ങനെ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ഭക്ഷണപ്രിയരല്ല. എന്ത് കൊടുത്താലും ഇവർ കഴിച്ചോളും. പക്ഷേ ഞാൻ വീട്ടിൽ 365 ദിവസത്തിൽ ഒരു വർഷം എടുക്കുകയാണെങ്കിൽ 365 ദിവസത്തിൽ 360 ദിവസവും
ഞാൻ ചിക്കനും ചോറുമാണ് കൊടുക്കാറുള്ളത്. അടിപൊളി. പക്ഷേ അത് തന്നെ നിർബന്ധമൊന്നുമില്ല. ഏത് കിട്ടിയാലും നമ്മൾ ഇത്രയും ഡോഗ്സിനെ വളർത്തുന്നതുകൊണ്ട് ഇത് ചിക്കനും ചോറും ആണ് കൊടുക്കുന്നത്. വലിയ ഡോഗ്സിന് ഞാൻ രാവിലെ ഒരു ലഘു ഭക്ഷണം, എന്താണെന്ന് പറയാമോ? മുട്ട പുഴുങ്ങിയതോ വാട്ടിയതോ അല്ലെങ്കിൽ റാഗി കൊണ്ടുള്ള ചെറിയ രീതിയിലുള്ള കുറുക്കോ കാര്യങ്ങളോ കൊടുക്കും. അതിനുശേഷം ഒരു നേരമാണ് നമ്മൾ പ്രധാനപ്പെട്ട ആഹാരം കൊടുക്കുന്നത്. അത് നമ്മൾ വയറ് നിറച്ച് കൊടുക്കും. അതാണ് ഉച്ചയ്ക്ക്. രാത്രി വൈകുന്നേരം അത് ചോറും ചിക്കനും ബൾക്കായിട്ട് തന്നെ നമ്മൾ കൊടുക്കും. അതിന്റെ കൂടെ നമുക്ക് ബീട്രൂട്ട്, ക്യാരറ്റ്, പംകിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. മിക്സ്ഡ് മീലാണ്. അപ്പോൾ നോൺ വെജ് മാത്രമല്ല, അല്ല, ഫൈബർ കണ്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് വേണമല്ലോ. കുഞ്ഞുങ്ങളാണെങ്കിൽ 15ാമത്തെ ദിവസം ഉണ്ടായി 15ാമത്തെ ദിവസം നമ്മൾ ആദ്യത്തെ വിരയിളക്കൽ ചെയ്യുന്നു. അതിനുശേഷം സെർലാക്ക് പോലെയുള്ള ചെറിയ കുറുക്കുകൾ കൊടുത്തു തുടങ്ങാം. പിന്നെ പതിയെ ഓരോ ചിക്കനാണ് നമ്മുടെ വീട്ടിലുള്ളതെങ്കിൽ ചിക്കൻ നമുക്ക് ചെറിയ രീതിയിൽ ഇവരെ പരിചയപ്പെടുത്താൻ കൊടുത്ത്, പിന്നെ തവണകൾ കൂട്ടി ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കുക. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. ഒരു കുറച്ച് കുറഞ്ഞ അളവിൽ ആഹാരം കൊടുക്കുമ്പോൾ ഇവരുടെ വയറ് ഒരിക്കലും ബലൂൺ രീതിയിൽ ഉയർക്കരുത്. ഫ്ലാറ്റായി ഫിറ്റായി നിൽക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് നായ്ക്കളുടെ ഇയർ കട്ടിങ്, അതുപോലെ തന്നെ ഇയർ ക്രോപ്പിംഗ്, അതുപോലെ ടെയിൽ കട്ടിങ്. ഇത് ചെയ്യുന്നത് കൊണ്ട് നായ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? തികച്ചും അതൊരു നായയുടെ യജമാനന്റെ താല്പര്യപ്രകാരം ചെയ്യുന്ന ഒരു കാര്യമാണ്. വാല് മുറിക്കുന്നതും ചെവി മുറിച്ച് മാറ്റുന്നതൊക്കെ അതൊരു ഭംഗി ഉണ്ടാവും എന്ന് യജമാനന്മാർ ഡോഗിൻ്റെ ഓണർ കരുതുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നായ്ക്ക് യാതൊരു പ്രയോജനവും ഇല്ല. അത് വാല് കട്ട് ചെയ്യുന്നതുകൊണ്ട്, വാല് എന്ന് പറയുന്നത് നായ്ക്കളുടെ രഹസ്യഭാഗങ്ങൾ മറയ്ക്കാനും അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കാനും പിന്നെ അവർ ഓടുമ്പോഴും ചലിക്കുമ്പോഴൊക്കെ ബാലൻസിങ്ങിനും വേണ്ടിയാണ് വാലിൻ്റെ ഘടന. അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ വാല് മുറിച്ച് കളഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള വ്യത്യാസം വരും. ഈ ഇയർ കട്ട് ചെയ്യുന്ന ആളുകൾ അവകാശപ്പെടുന്നത് ഇയർ കട്ട് ചെയ്ത് ഇറക്റ്റ് ചെയ്യിപ്പിച്ചാൽ അവർക്ക് ചെവി സംബന്ധമായിട്ടുള്ള ഇയർ ഇൻഫെക്ഷൻസ് വരില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ ഷെപ്പേർഡ് പോലെയുള്ള ഇയർ ഇറക്റ്റ് ചെയ്തിട്ടുള്ള ബ്രീഡ്സിന് ഏറ്റവും കൂടുതൽ വരുന്ന ഇയർ ഇൻഫെക്ഷനാണ്. അപ്പോൾ അവർ പറയുന്ന ആ ഒരു കാര്യം വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഹണ്ടിങ്ങിന് യൂസ് ചെയ്യുമ്പോൾ തളർന്നു കിടക്കുന്ന ചെവി ക്രോപ്പ് ചെയ്ത് നേരെയാക്കിയാൽ മറ്റ് വന്യമൃഗങ്ങൾ ആക്രമിക്കുമ്പോൾ അത് പരിക്കുകൾ കുറയുമെന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇപ്പം ചെവി ഇറക്റ്റ് ചെയ്താലും ചെവി തളർന്ന് കിടന്നാലും മറ്റു മൃഗങ്ങൾ കടിച്ചാക്രമിക്കുന്നതിന് യാതൊരു വ്യത്യാസം അതിനകത്ത് വരുന്നില്ല. അപ്പോൾ ഈ ഇയർ ക്രോപ്പ് ചെയ്യുന്നതുകൊണ്ട് നായ്ക്ക് യാതൊരു പ്രയോജനവുമില്ല. അതൊരു നായയുടെ യജമാനൻ്റെ ഒരു ബ്യൂട്ടി കോൺസെപ്റ്റിൽ വരുന്നൊരു കാര്യം മാത്രമാണ്. അപ്പോൾ പ്രേക്ഷകരെ, എനിക്ക് പറയാൻ ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ നിന്നും ഈ ഒരു ഡിസ്കഷനിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കർഷകർ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് പന്നി, അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങൾ, വന്യമൃഗങ്ങൾ, ഇവരുടെയൊക്കെ ശല്യം. എങ്കിൽ നിങ്ങൾക്ക് അത്തരമൊരു ശല്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു ഉഗ്രൻ മറുപടിയാണ് ഈ ഇരിക്കുന്ന കോംബെ നായ്ക്കൾ. കിട്ടിയാൽ വിടില്ല എന്നാണ് ഞങ്ങൾ കണ്ടു. ഇതിനകത്ത് വിഷ്വൽസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയ്ക്കും ക്രൗര്യമുള്ള, അത് കാട്ടുനായും നാടൻ നായും ഇണചേർന്നുണ്ടായതിൻ്റെ ക്രൗര്യം ശരിക്കും ഹാൻഡിൽ ചെയ്യുന്ന ഒരു നായിനമാണ് നമ്മുടെ ഈ പറയുന്ന കോംബെ നായ്ക്കൾ. തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്മുടെ വിള കക്കാൻ വരുന്നവനുള്ള നല്ല മറുപടിയായിരിക്കും കോംബെ നായ്ക്കൾ. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.